കാര്യം നീ ശ്രദ്ധിച്ചോ. ഇവിടെ പറയാൻ നേരമില്ല. അഞ്ചിലാദ്യത്തേതായിട്ട് ഫസ്റ്റായിട്ട് നബിതങ്ങൾ ചൊല്ലുന്നുണ്ട്, ശബാബക ശബാബക ഖബ്ല ഹറമിക. അതെനിക്ക് വയസ്സാവുന്നുള്ളൂ, നിന്റെ യുവത്വ പ്രായം നീ ജാഗ്രതായിക്കോ. നിന്റെ യുവത്വകാലം നീ ഉപയോഗപ്പെടുത്തിക്ക. പൊന്നുമോള് കേൾക്കണോ, ഇത് ആ പ്രായത്തിൽ നീ നീ പ്രണയായിട്ട് പോണ്ടവളല്ല, നീ ലവായിട്ട് ലിംഗായിട്ട് പോണ്ടിയവളല്ല, നീ തോന്നിയതുപോലെ ചിരിക്കേണ്ടവളല്ല, നീ മതം മറന്ന് ചിരിക്കേണ്ടവളല്ല, നീ അന്യവന്റെ മുമ്പിൽ നിന്റെ ചന്തം കാട്ടിയിട്ട് തൊലിവെളുപ്പ് കാട്ടിയിട്ട് നടക്കേണ്ടവളല്ല, ഉമ്മ ബാപ്പാക്ക് പൊരുത്തമില്ലാത്തത് ചെയ്യേണ്ടവളല്ല, കണ്ടവന്റെ കൂടെയെല്ലാം ഇരുന്നിട്ട് സെൽഫി എടുക്കേണ്ടവളല്ല, നീസിടാൻ വേണ്ടിയിട്ട് നടു റോഡിൽ ഡാൻസ് തുള്ളേണ്ടവളല്ല. ആ പ്രായം വിലപ്പെട്ടതാണ് മുത്ത, മറക്കണ്ട പൊന്നുമോനെ. നാളെ ആ പ്രായത്തിനെ സംബന്ധിച്ച് നിന്നോട് ചോദ്യമുണ്ട്, നിന്നോട് നാളെ ചോദ്യമുണ്ട്. നിന്റെ ആ യുവത്വ പ്രായത്തിൽ നീ എന്താക്കിയ സുലൈമാൻ ഇലവ അല്ല കേൾക്കുന്ന ആളാ. അബ്ബാസിനെ സുലൈമാനെ ഹനീഫിനെ നിസാമിനെ വിളിച്ചിട്ട്, അല്ല നിന്റെ യുവത്വ പ്രായത്തിൽ നീ എന്താക്കിയ? ലാ തസൂല ഖദം ഇബ്നി ആദമ ഇല്ലാ യുസ്അലൻ ഖംസ്. ക്ലിയറായിട്ട് മറുപടി പറയാതെ നിന്റെ വെച്ച കാല് നാളെ പരലോകത്ത് അല്ലാഹു അനക്കം വിടാല. ഭയാനകമായ ലോകം, ചെമ്പിന്റെ തകിടിനാലുള്ള ഭൂമി, ഒരു ചാണമുകളിൽ സൂര്യൻ ഉദിക്കുന്ന ലോകം. എല്ലാവരും നല്ലവരായ നബിമാർ പോലും പേടിച്ചു വിറച്ച് നട്ടം പായുന്ന പാഞ്ഞു പോകുന്ന നട്ടം തിരിയുന്ന ലോകം അല്ലേ? ആദം നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയും അങ്ങനെ വരുന്ന ഒന്നേ കാലത്തോളം വരുന്ന നബിമാർ പോലും കലങ്ങിയ കണ്ണുമായിട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ട് പറക്കം പായുന്ന ലോകമാണ് പരലോകം. പരലോകം ചെല്ലെങ്കിൽ എന്ത് നേരിച്ചു നീങ്ങ? ഈ മരിച്ചിട്ട് പോയ പിന്നല്ലേ എല്ലാം തുടങ്ങുന്നത്. ചില ആൾക്കാർ വിചാരിച്ച മരിച്ച പിന്നെ തീർന്നു, ചില ആൾക്കാരാണ് വിചാരിച്ചില്ല. ഔത്തറുകൾ പിണങ്ങുമ്പോ അബ്ബവും അല്ലെങ്കിൽ അമ്മയും മർമ്മോളോ അല്ലെങ്കിൽ അളിയനും കുളിയനോ എന്താ ടൈമായ ഇങ്ങനെ കണ്ടോട്ടെങ്കിലേ നായി കളിപ്പിടുന്നത് ബദ്ധമാ. ഇത് ബായി ബന്ധത്തിൽ കേൾക്കോ ശങ്കര വീട്ടല്ല പാട്ടല്ലേ? ഇത് ഏറ്റവും വലിയ ദിക്റാണ്. മറ്റേന്ന് നടക്കുന്ന ദിക്റ പോലെ ഒത്ത ദിക്റാണ് ഈ ഇരുത്തം, ഈ കേൾക്കല്, ഈ പറയല്. ഇത് ദിക്റാണ്, ഇത് ദുആയാണ്, ഇത് അമലാണ്, ഇത് ഇബാദത്താണ്. കാരുണ്യവാനായ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ. മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിന്റെ കൂലി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ചില ആൾമാർ ഔത്തുറുക, ചില ആൾമാർ വിചാരിച്ചിട്ട് തോന്നുന്നുണ്ടാ മരിച്ചെന്ന് മരിച്ചെങ്ങ് തീരുന്നല്ല, മരിച്ചെങ്ങ് തുടങ്ങുന്നത് ഏന്ന് തുടങ്ങിയിട്ട് ദഗ്ധോളം. ഞങ്ങൾക്ക് അറിയാനിട്ട് മരിച്ചെങ്ങ് തുടങ്ങുകയാണ്. ഇതല്ല ലോകം, ഇതല്ല ജീവിതം, ഇതല്ല ജിന്ദഗി, ഇനി വരാനുള്ളതാണ് ലോകം. ചില മനുഷ്യന്മാർ പരണ്ടുള്ളിൽ എന്തെങ്കിലും ജനമാകാം. പരണ്ടുള്ളിൽ ഇപ്പൊ എല്ലാവരും പണക്കുന്നില്ലമ്മ. ചെറിയ സിമ്പിൾ ഇയാളെ മൊത്തോ ആങ്ങളെ പെങ്ങ ഉമ്മ ബാപ്പ മാപ്പിള പെഞ്ഞായി അളിയ കുളിയ എല്ലാവരും ഔത്തറുണ്ടാവും, കണ്ട ഔത്തറുണ്ടാവും. മൂലാറയുണ്ട് ആ ചെറിയ ചെറിയ കുസുണ്ടല്ലേ, അത് എല്ലാവരും ഔത്തരും. അത് നികിതങ്ങളെ വെള്ളവും ഉണ്ടായി, റിഫായ് ശേഖ് തങ്ങളെ വെള്ളവും ഉണ്ടായി. റിഫായ് ശേഖ് തങ്ങളാരി എത്ര വലിയ ആള് സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ റിഫായ് ശേഖ് തങ്ങളടുത്തേക്ക് ഒരു ചങ്ങി മന്ത്രിപ്പിക്കുന്നു. 100 കൊണ്ടുപോയാല 100 കുറച്ച് കടലാസ്. എന്ത് പ്രശ്നം, എന്ത് വിഷയം? വിഷയം എന്ത്? കറക്കുന്ന പശുവിലെ പാലില്ലാത്തിന് മന്ത്രിക്കാൻ പോയില്ല, അല്ലെങ്കിൽ മാട്ടമന്ത്രാക്കി നീട്ടി സിഹർ ബാത്തിലാക്കാൻ പോയതല്ല. ഇയാൾ പോയി